ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്നിവിടെ നല്ല അടിപൊളിയായ ഒരു ടേസ്റ്റിയായ ഒരു പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഒരു കപ്പോളം കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതാണ്. അതും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണേ. നല്ലപോലെ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇത് ഹെൽത്തിയായ ഒരു പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലപോലെ കഴുകി ഒരു പിടി ചുവന്ന ചീര എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞതായിട്ട് നല്ലപോലെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച കടലമാവിലോട്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹെൽത്തിയായ പൂരി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/4 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായം പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കായം പൊടി നമുക്ക് നല്ലതാണ്, ഗ്യാസിനൊക്കെ നല്ലതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എപ്പോഴും നമ്മൾ സാധാരണ പൂരി കഴിച്ച് മടുത്തവർക്ക് ഇങ്ങനെയൊരു പൂരി ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അരിഞ്ഞു വെച്ച ചീരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇതിൽ തന്നെ എല്ലാം വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് 1 ടീസ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, അടച്ചു വെച്ചതിന് ശേഷം. അതിനുശേഷം നമ്മൾ അത് ഓരോ ഉരുളകൾ ആക്കിയെടുത്തതിന് ശേഷം പൂരിക്ക് പരത്തുന്ന പോലെ നല്ലപോലെ പരത്തിയെടുക്കുക. കുറച്ച് കട്ടി കുറഞ്ഞിട്ടായിരിക്കണം, എന്നാൽ അത്ര കട്ടി കുറയാനും പാടില്ല. മീഡിയം സൈസ് കുഴച്ചെടുത്തതിന് ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ എല്ലാം പരത്തി വെച്ചതിന് ശേഷം നമുക്ക് പാനിലോട്ട് ഇതിലേക്ക് ആവശ്യമായ കറി നമുക്ക് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തത് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ടത്, സവാള അരിഞ്ഞത്, കുറച്ച് വറ്റൽമുളക്. പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ജീരകവും കൂടി ആഡ് ചെയ്തതിന് ശേഷം കടലപ്പരിപ്പും വറ്റൽമുളകും സവാളയും കറിവേപ്പിലയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചെയ്ത് ബോയിൽ ചെയ്ത് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ പൂരിക്കുള്ള കറിയും റെഡിയായിട്ടുണ്ട്, പൂരിയും റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.